2019 പരാജയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഇനി വന്നിട്ട് എന്ത് അത്ഭുതങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്? ഒന്നാമത്, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ലോയൽ വോട്ട് ബാങ്ക് ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എല്ലാ പാർട്ടികൾക്കും ഉത്തർപ്രദേശിൽ വ്യക്തതയുള്ള വോട്ട് ബാങ്ക് ഉണ്ട്. ഇപ്പം RLD പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പോലും ജാട്ട് വിഭാഗക്കാരുടെ ഒരു പിന്തുണയുണ്ട്. അതുകൂടാതെ SP ആണെങ്കിൽ OBC, അതായത് പ്രത്യേകിച്ച് അവരുടെ കമ്മ്യൂണിറ്റിയായ മുലായം സിംഗ് യാദവിൻ്റെ ഫാമിലിയുടെ കമ്മ്യൂണിറ്റിയായ അല്ലെങ്കിൽ അഖിലേഷിൻ്റെ കമ്മ്യൂണിറ്റിയായ യാദവർ, അതിനൊപ്പം മുസ്ലിം വോട്ടും ഇത് ചേരുമ്പോൾ ഏതാണ്ട് ഒരു 30-32% വരും UPയിലെ ആകെയുള്ള ജനസംഖ്യയിൽ. അപ്പോൾ അവരുടെ ഇടയിലുള്ള ഒരു സ്വാധീനം അത് തന്നെയാണ് മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കിയിട്ട് SPയെ മാറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു പെർഫോമൻസ് ആയിരിക്കും കോൺഗ്രസിന് അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകുന്നത്. പക്ഷെ അത് കോൺഗ്രസിൻ്റെ ഒരു ഗുണം കൊണ്ടല്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മികവ് കൊണ്ടല്ല, അത് SPക്കൊപ്പം മത്സരിച്ചതിൻ്റെയും പിന്നെ BJPയിലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, RSS വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി BJPക്ക് നേരിടേണ്ടി വന്നത്. പക്ഷേ അവിടെയാണെങ്കിലും കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും അവകാശപ്പെടാനില്ല. കാരണം കോൺഗ്രസിന് ഒരു 2-3% വോട്ട് പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി തന്നെയുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന് 9% വോട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അത് SPക്കൊപ്പം ചേർന്നതിൻ്റെ ഒരു എഫക്റ്റ് മാത്രമാണ്.